أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. نحمده ونصلي على رسوله الكريم أما بعد. ബഹുമാന്യരും സ്നേഹസമ്പന്നരുമായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സബാഹുൽ ഖൈർ, അഫ്കാറുസ് സബാഹ്. ശുഭദിനം, പ്രഭാത ചിന്തകൾ എന്ന ഖുർആൻ ഹദീസ് ഉത്ബോധന ക്ലാസ്സിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രഭാതം അനുഗ്രഹത്തിൻ്റെയും സലാമത്തിൻ്റെയും ഹിമായത്തിൻ്റെയും റഹ്മത്തിൻ്റെയും ദിവസമാക്കി തീർക്കുമാറാകട്ടെ. ഈ അനുഗ്രഹീതമായ പ്രഭാതത്തിൽ അള്ളാഹുവിൻ്റെ തൃപ്തിക്കും പൊരുത്തവും പ്രതീക്ഷിച്ചുകൊണ്ട് ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യുവാൻ അള്ളാഹു നാം ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹു നിരോധിച്ച കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുവാനും അള്ളാഹുവിൻ്റെ അതൃപ്തിക്കും കോപത്തിനുമാകുന്ന സർവ്വ പ്രവർത്തനങ്ങളിൽ നിന്നും അകന്നു നിൽക്കുവാനും അള്ളാഹു നാം ഏവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൽ നിന്നുള്ള സർവ്വരക്ഷകളും സലാമത്തുകളും നാം ഏവരിലും സദാ വർഷിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ദുആ ചെയ്യുന്നു. കാരുണ്യവാനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ജീവിക്കുവാൻ വേണ്ടി പരിശ്രമിക്കണമേ എന്ന് ആദ്യമായി ഉണർത്തുന്നു, ഉത്ബോധിപ്പിക്കുന്നു. കഴിഞ്ഞ ഹദീസ് ക്ലാസ്സിലൊക്കെ നാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് സലാം പറയുന്നതിൻ്റെ മഹത്വത്തെ സംബന്ധിച്ചും സലാം പറയുമ്പോൾ ആ സലാം പറയുന്ന വ്യക്തിക്ക് ലഭിക്കുന്ന പാരത്രിക നന്മയും അതുപോലെ തന്നെ ഇഹലോകത്ത് നൽകുന്ന വിശ്വാസികളുടെ ഇടയിലുള്ള സാഹോദര്യവും ഐക്യത്തെയും ഒക്കെ ശക്തിപ്പെടുത്തുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ നാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു ഹദീസിൻ്റെ തിരുവെളിച്ചത്തിൽ. ഈ സലാം പറയുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളിയ മറ്റൊരു ഹദീസാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ ഉണർത്തുന്നത്. ഹദീസ് ഗ്രന്ഥമായ റവാഉൽ അബൂ ദാവൂദ് നമുക്ക് കാണാൻ കഴിയും. അതിൽ ഇങ്ങനെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൻ ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻ ഖാൽ ജാഅ റജുലുൻ ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫഖാൽ അസ്സലാമു അലൈക്കും فرد عليه سلام ثم جلس فقال النبي صلى الله عليه وسلم 10. ثم جاء آخر فقال السلام عليكم ورحمة الله فرد عليه فجلس فقال 20. ثم جاء آخر فقال السلام عليكم ورحمة الله وبركاته فرد عليه فجلس فقال 30. അള്ളാഹുവിൻ്റെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞതായി ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു നിന്നും വിവരിക്കുന്ന നിവേദനം ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സന്നിധിയിലേക്ക് ഒരാൾ കടന്നു വന്നു. ജാഅ റജുലുൻ ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി ഞങ്ങളുടെ സന്നിധിയിലേക്ക് കടന്നു വന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഫഖാല അസ്സലാമു അലൈക്കും. ആ സഹാബി പറഞ്ഞു അസ്സലാമു അലൈക്കും, അള്ളാഹുവിൻ്റെ റസൂലെ തങ്ങളുടെ മേൽ അള്ളാഹുവിൽ നിന്നുള്ള സലാം, രക്ഷ, സമാധാനം ഉണ്ടാകട്ടെ എന്ന്. ഫറദ്ദ അലൈഹി, അള്ളാഹുവിൻ്റെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന് മറുപടി നൽകി, വലൈക്കും അസ്സലാം എന്ന് മറുപടി നൽകി. സുമ്മ ജലസ, എന്നിട്ട് ആ സലാം പറഞ്ഞ വ്യക്തി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസന്നിധിയിൽ ഇരുന്നു. വഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബികൾ പറഞ്ഞു 10. ഇദ്ദേഹത്തിന് 10 നന്മകൾ ലഭിച്ചിരിക്കുന്നു. സലാം പറഞ്ഞത് കാരണമായി അദ്ദേഹത്തിന് 10 നന്മകളാണ് എഴുതപ്പെട്ടിരിക്കുന്നത്, അള്ളാഹു നൽകുന്നത് എന്ന് പറഞ്ഞു. അതിനുശേഷം സുമ്മ ജാഅ ആഖർ, അതിനുശേഷം മറ്റൊരാൾ കടന്നു വന്നു. വഖാല, അദ്ദേഹം പറഞ്ഞു
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അസ്സലാമു അലൈക്കും, അള്ളാഹുവിൽ നിന്നുള്ള രക്ഷ തങ്ങളുടെ മേലുണ്ടാകട്ടെ. വറഹ്മത്തു, അള്ളാഹുവിൽ നിന്നുള്ള കരുണയും നിങ്ങളുടെ മേൽ വർഷിപ്പിക്കട്ടെ എന്ന് പറഞ്ഞു. വറഹ്മത്ത് എന്ന പദം കൂടി അധികരിപ്പിച്ചു ആ സ്വഹാബി പറഞ്ഞു. എന്നിട്ട് ഫറദ്ദ അലൈഹി, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന് സലാം മടക്കുകയുണ്ടായി. ഫജലസ, അദ്ദേഹം എന്നിട്ട് ആ സദസ്സിലിരുന്നു. ഫഖാല, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇശ്റൂന, ആ വ്യക്തിക്ക് 20 നന്മകൾ അള്ളാഹു എഴുതപ്പെട്ടിരിക്കുന്നു, 20 നന്മകൾ അദ്ദേഹത്തിന് ലഭിക്കുന്നതാണ്. സുമ്മ ജാഅ ആഖറു, അനന്തരം മറ്റൊരു വ്യക്തി കടന്നു വന്നു, മറ്റൊരു സഹാബി ആ സദസ്സിലേക്ക് കടന്നു വന്നു. ഫഖാല, അദ്ദേഹം പറഞ്ഞു, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും, നിങ്ങളുടെ മേൽ അള്ളാഹുവിൽ നിന്നുള്ള രക്ഷയുണ്ടാകട്ടെ. വറഹ്മത്ത്, അള്ളാഹുവിൽ നിന്നുള്ള കരുണയും വർഷിക്കട്ടെ, ലഭിക്കട്ടെ. വബറകാതുഹു, അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹവും ലഭിക്കട്ടെ എന്ന് പറഞ്ഞു. ഫറദ്ദ അലൈഹി, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന് സലാമിന് മറുപടിയായി വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറയുകയുണ്ടായി. ഫജലസ, എന്നിട്ട് ആ സ്വഹാബി അവിടെ ഇരുന്നപ്പോൾ ഫഖാല, അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, സലാസൂന, ഈ മനുഷ്യന് അള്ളാഹു തആല 30 നന്മകളാണ് എഴുതിയിരിക്കുന്നത്. സഹോദരങ്ങളെ, ബഹുമാനുകളെ, ഇവിടെ നാം മനസ്സിലാക്കണം, ചുരുക്കം മുസ്ലിങ്ങൾ പരസ്പരം കാണുമ്പോൾ അസ്സലാമു അലൈക്കും എന്നുള്ള ആ ഒരു അള്ളാഹുവിൽ നിന്നുള്ള രക്ഷ നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് പറയുക എന്നത് നമ്മുടെ സാഹോദര്യവും വിശ്വാസികളുടെ ഇടയിൽ ഐക്യവും ഒക്കെ നിലനിർത്തുവാൻ ആ ഒരു പ്രയോഗം, ആ ഒരു അഭിവാദ്യ വാക്കുകൾ അത് കാരണമാണ് എന്നുള്ളതാണ്. ഇനി അതിൽ നിന്നും പ്രതിഫലം അല്പം കൂടി നമുക്ക് ലഭിക്കാൻ വേണ്ടി ഒരു 10 നന്മ കൂടി ലഭിക്കണമെങ്കിൽ റഹ്മത്ത് എന്ന പദം, അഥവാ റഹ്മത്ത് എന്നാൽ കരുണ എന്നാണ്. അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കട്ടെ എന്നുള്ള ആ പദം കൂടി ചേർക്കുക എന്നുള്ളത്, അപ്പോൾ 20 നന്മകൾ നമുക്ക് ലഭിക്കുന്നു. അതുപോലെ തന്നെ വബറക്കാത്ത് എന്ന പദം, വബറക്കാത്ത് എന്നാൽ അനുഗ്രഹം എന്നാണ്. അപ്പോൾ ആ അനുഗ്രഹം കൂടി വർഷിക്കട്ടെ എന്ന് പറയുമ്പോൾ ആ സലാം പറയുന്ന വ്യക്തിക്ക് 30 നന്മകളാണ്. അപ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോൾ 10 നന്മ, വറഹ്മത്ത് എന്ന് പറയുമ്പോൾ 10 നന്മകൾ, വബറക്കാത്തുഹു എന്ന് പറയുമ്പോൾ 10 നന്മകൾ. അപ്പോൾ നമ്മൾ പൂർണ്ണമായി വിശ്വാസികൾ പരസ്പരം കാണുമ്പോൾ പൂർണ്ണ പ്രതിഫലം ലഭിക്കണമെങ്കിൽ നമുക്ക് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറയുക എങ്കിൽ മാത്രമാണ് നമുക്ക് ആ സലാമിൻ്റെ പൂർണ്ണമായ പ്രതിഫലം ലഭിക്കുന്നത് എന്നാണ് ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത്. ചുരുക്കം അസ്സലാമു അലൈക്കും എങ്കിൽ പറയണം. പിന്നെ ഇങ്ങനെ ഒട്ടനവധി സലാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ ശ്രേഷ്ഠതകളും അത് പറയുമ്പോൾ ലഭിക്കുന്ന നന്മകളും ഒക്കെ അടങ്ങിയ ഒരുപാട് ഹദീസുകൾ അള്ളാഹുവിൻ്റെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവരിച്ച് നമുക്ക് നൽകിയിട്ടുണ്ട്. ഇൻഷാ അള്ളാഹ് അടുത്ത ദിവസങ്ങളിൽ സലാമുമായി ബന്ധപ്പെട്ടുള്ള മറ്റു ഹദീസുകൾ നമുക്ക് പഠിക്കാം, മനസ്സിലാക്കാം. അതിലുപരി പറയുകയും കേൾക്കുന്നതിലും ഉപരി ഈ തരം ഹദീസുകൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും ഇത്തരം നന്മകൾ നമ്മുടെ ജീവിതത്തിൽ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാൻ വേണ്ടി നാം ഓരോരുത്തരും പരിശ്രമിക്കണമെന്ന് ഉണർത്തുന്നു, ഉത്ബോധിപ്പിക്കുന്നു. പടച്ചതമ്പുരാൻ നാം കേട്ട ഈ തിരു ഹദീസുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അള്ളാഹുവിൽ നിന്നുള്ള സമാധാനവും റഹ്മത്തും അള്ളാഹുവിൽ നിന്നുള്ള ബറക്കാത്തും ഒക്കെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ലഭ്യമാക്കാൻ വേണ്ടിയുള്ള ഈ നന്മകൾ പ്രവർത്തിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഐശ്വര്യത്തിൻ്റെയും ക്ഷേമത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സലാമത്തിൻ്റെയും ഒക്കെ നല്ലൊരു പ്രഭാതം അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. എല്ലാവിധ ദുരന്തങ്ങൾ, അപകടങ്ങൾ, മുസീബത്തുകളിൽ നിന്നെല്ലാം പടച്ച തമ്പുരാൻ നാം ഏവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ട സർവ്വ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നിങ്ങളും പ്രാർത്ഥിക്കണം. അള്ളാഹുവിനോട് നമുക്ക് വേണ്ടിയൊക്കെ നമ്മുടെ എല്ലാ നന്മകളായ കാര്യങ്ങളും വിജയിക്കുന്നതിന് വേണ്ടിയും ദുആ ചെയ്യണമെന്ന് ഉണർത്തിക്കൊണ്ട് തൽക്കാലം എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഊസിക്കും ബിദുആ
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.